You are watching TV Next. നമസ്കാരം. TV നെക്സ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരുടെ പലവിധ നീച പ്രവൃത്തികളും നമ്മൾ മാധ്യമങ്ങളിലൂടെയും മറ്റും കണ്ടിട്ടുണ്ട്. എന്നാൽ അതിക്രൂരമായ ഒരു സംഭവം നമ്മുടെ ആര്യനാട് നടന്നിട്ടുണ്ട്. 2013-ലാണത്. അതിന്റെ ഇരയായ മിസ്റ്റർ സുരേഷ് കുമാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഏകദേശം 13 വർഷക്കാലം ഈ കേസിന് പുറകെ അലഞ്ഞിട്ടും അദ്ദേഹത്തിന് ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. DGPക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. പല മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെയും അദ്ദേഹം അറിയിച്ചിട്ടും അതൊന്നും വെളിച്ചത്ത് വന്നിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സുരേഷ് കുമാർ അല്ലേ? അതെ അതെ, നമ്മുടെ ആര്യനാട് തന്നെയാണ് താമസിക്കുന്നത്. ആര്യനാട് താമസിക്കുന്ന 2013 മെയ് മാസം 23-ാം തീയതി എൻ്റെ അളിയൻ്റെ മജിസ്ട്രേറ്റ് കടയിലാണ് അന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അളിയൻ്റെ കടയിൽ ജോലി. ഞാൻ രാവിലെ കുളിച്ചിട്ട് വെളി ഇറങ്ങിയപ്പോൾ ആര്യനാട് വന്നിരുന്ന SI ശ്രീജിത്തും പിന്നെ ജോയി ഒരു 3-4 പോലീസുകാരെല്ലാം കൂടി ചേർന്ന് രണ്ടുപേരും മെയിൻ റോഡിലാണ് കാഞ്ഞിരമൂട് റോഡിൽ രണ്ടും കൂടി ജീപ്പ് കൊണ്ട് ചവിട്ടിയിട്ട് വെളിയിൽ നിന്ന് തോർത്താണ് കൊടുത്തിരുന്നത്. അതുകൂടെ എന്നെ വേഷത്തിൽ കയറ്റി എന്തിനാണ് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അത് അവിടെ ചെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് എന്നെ വണ്ടിക്കകത്തിട്ട് എന്നെ ദേഹോദരം ചെയ്യുകയാണ് ചെയ്ത് നേരെ ഇവിടെ ആരാടെ ഈ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്നിട്ട് എന്നെ ഫ്രണ്ട് റൂമിൽ നിന്ന് അകത്തെ റൂമിലേക്ക് കൊണ്ടാക്കിയിട്ട് എന്നെ വളരെ മോശമായിട്ട് ഇവർ ദേഹോദരം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇദ്ദേഹം മനുഷ്യനാണെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് എന്നെ ദേഹോദരം ചെയ്തത്. എന്നെ അത്രയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അദ്ദേഹത്തിൻ്റെ 2 കാലിൻ്റെ ഇടയിൽ എൻ്റെ ഈ തല ഈ കുനിച്ച് കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ഉപ്പറ്റി കൈ കൊണ്ടാണ് എൻ്റെ ഈ 2 സൈഡിന് ഇദ്ദേഹം വളരെ മോശമായിട്ട് എന്നെ അടിച്ചു. എന്തിനാണ് സാറേ എന്നെ അടിക്കണമെന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന് മറുപടിയില്ല. എൻ്റെ പേരിന് കേസില്ല. ഇവര് മൊത്തം എന്നെ 6-ാം പ്രതിക്ക് എടുത്ത് വെച്ചൊക്കെയാണ്. ഈ സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാൽ മീനാങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അടി നടന്നത്. ഈ അടി നടന്നിടത്ത് എന്നെ രാവിലെ തന്നെ പിടിക്കുന്നത്. പക്ഷേ ഈ അടി നടന്നിടത്ത് എന്നെ ആര്യനാട് അന്ന് അരുൺ സാറെന്നും പറഞ്ഞൊരു സാറാണ് ഇവിടെ ആയിരുന്നത്. ഇദ്ദേഹത്തിന് ഒരു സംശയം കൊണ്ട് എന്നെ നേരെ ഇവിടെ കൊണ്ടുപോയി, ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഞാൻ ഈ പയ്യ ഇവിടെ അടിക്കാനെല്ലാം വന്നിട്ടുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞ് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, ഈ അദ്ദേഹത്തിന് വെറുതെ പറയണമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല. ഇവിടെ തിരിച്ച് കൊണ്ടുവന്ന് 8:20 എന്നെ ഇവിടെ എന്നെ ഞാൻ നേരെ നിർമ്മാണ ആശുപത്രിയിൽ പോയി. അവിടെ നിന്ന് നേരെ നിർമ്മാണ ആശുപത്രിയിൽ പോയിട്ട് 55 ദിവസം വരെ ഞാൻ സത്യാഗ്രഹം കിടക്കാൻ വേണ്ടി നേരെ സെക്രട്ടേറിയറ്റിൽ നടയിൽ പോയി കിടന്നു. അവിടെ നിന്നിട്ട് എനിക്ക് നീതി കിട്ടിയില്ല. അന്നും ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ SI പോലീസുകാരും അന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവർ നല്ല രീതിയിലുള്ള ഇദ്ദേഹത്തിനെ അപ്പോഴും കണ്ട് ഇവരെ കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷിക്കാനുള്ളവരാണ്. അങ്ങനെ നിവൃത്തിയില്ല വന്നപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് അതോറിറ്റി കേസ് കൊടുത്ത്. കംപ്ലയിൻറ്റ് അതോറിറ്റി ഇവരെ ശിക്ഷിക്കുകയാണ്, സർക്കാരിന് ഓർഡർ ഇട്ടൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിന് എത്രയും പെട്ടെന്ന് ഇവരെ 2 പേരിന് നടപടിയെടുക്കണമെന്ന് പറഞ്ഞ്. ഇത്രയും കാലം 2013 ഇന്ന് ഇത് 2026 ഇത്രയും ദിവസമായിട്ട് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അതേപോലെ എനിക്ക് ഇപ്പോഴും വിവരാവകാശം ഞാൻ കേസ് ചോദിച്ചറിഞ്ഞപ്പോൾ DGP എനിക്കിപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട്. അതായിരിക്കുന്ന പേപ്പർ ഇദ്ദേഹം ഈ പോലീസ് സേനയിൽ ഇരിക്കാൻ പാടില്ല. ഈ SIയും ഈ ജോയിയും ഈ സേനയിൽ ഈ പോലീസ് ഇവരെ കാക്കിയിട്ടുണ്ട്. ഇവർ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വരെ ഈ പോലീസ് ഈ സർക്കാർ ഇവരെ പേര് നടപടിയെടുക്കില്ല. പല കാര്യങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു അച്ഛനെ മോനെ കൊന്ന ഒരു കേസുണ്ട്. ഈ കേസിൽ ഇത്രയും ശക്തമായിട്ട് അന്നിരുന്ന ഒരു വനിത അന്നത്തെ ഒരു പോലീസുകാരനാണ് തോന്നുന്നത്. അത് വളരെ മോശമായിട്ട് അവർ കണ്ടല്ലെങ്കിൽ അവരെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പേടിച്ചാണ് കഴിയണത്. പോലീസുകാർ ഏത് നിമിഷവും എന്നെ ആക്രമിക്കാൻ പറഞ്ഞതായിട്ട് എൻ്റെ പല സത്യത്തിലും. കാരണം വെച്ചാൽ ഇവരെ പേടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവർ വളരെ മോശമായിട്ടാണ് ജനങ്ങളെ കാണുന്നത്. നമ്മൾ ജനങ്ങളൊന്നും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവിടെ ചെന്ന് കയറുമ്പോൾ ഇവരൊക്കെ നമ്മളെ നോക്കി ചെറഞ്ഞു പിടിച്ചാണ് ഇവർ നമ്മളെ വിടുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കാനുള്ള ഒരു കാരണം എന്താണ് താങ്കളുടെ? കാരണം എനിക്ക് ഒരു പിടികിട്ടില്ല. രാഷ്ട്രീയക്കാരാണ്. ഞാനും പിന്നെ CPMൻ്റെ കാഞ്ഞിരമൂട് ബ്രാഞ്ച് സെക്രട്ടറിയാണ്, പിന്നെ CITൻ്റെ ഏരിയ ജോയിന്റ് സെക്രട്ടറിയാണ്, ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. അപ്പോൾ ഈ പാർട്ടിക്കാർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്തിനാണ് എന്നെ പിടിച്ചിട്ടേക്കണമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എൻ്റെ പേരിന് ശ്രീജിത്ത് എന്ന് പറഞ്ഞ SIയുടെ അടുത്ത് ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ടില്ല. പച്ചക്കള്ളം പറഞ്ഞാണ് എന്നെ 2-3 കേസിൽ ഒരു പ്രതിയാക്കി. ആ കേസുകളൊന്നും തെറിച്ചു പോയി. ഒരു കേസില്ല. ആ കേസുകളെല്ലാം വെറുതെ പോയി. അവർ മനഃപൂർവ്വം എന്നെ ഇതാരൊക്കെ പറഞ്ഞ് ചേർന്നു. ഇവരിതെന്തിനാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതേപോലെ നിരവധി കാര്യങ്ങൾ ആരുടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴാണ് അത് വളരെ അച്ചടക്കമായിട്ട് പോകണമെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണം, നമ്മൾ ചിലപ്പം നമ്മൾ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ തന്നെ ഒരാൾ മാന്യതായിട്ട് സ്റ്റേഷനിൽ ചെന്ന് കയറുമ്പോൾ അവരിൽ നിന്നൊരു ബഹുമാനം അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അവരങ്ങനെയല്ല. അവർ വന്ന് കയറിയുകൊണ്ട് അവർ ആൾക്കാർ ചെറിഞ്ഞു പിടിച്ച് നോക്കുകയും അങ്ങോട്ട് മാറിയില്ല ഇങ്ങോട്ട് മാറിയില്ല ഈ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പോൾ പേടിച്ച് ആരും അങ്ങോട്ട് പോകില്ല.
ഈ രീതിയിലുള്ള പ്രവൃത്തിയാണ് ആരാട് പോലീസ് സ്റ്റേഷൻ മാത്രമല്ല പലയിടത്തും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ എനിക്ക് പറ്റിയൊരു അബദ്ധം ഇനി ഒരിക്കലും ആർക്കും പറ്റില്ലെന്നാണ്. എന്നാൽ അത്രയ്ക്ക് ദ്രോഹിച്ചത് ഈ കോടതി. ഞാൻ ഇപ്പോഴേ പിന്നെ റൂറൽ എസ് പിക്ക് കൊടുത്തപ്പോൾ എനിക്കൊരു മറുപടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് തരാൻ വിവരാവകാശ നിയമമില്ല, ഇനി തരാനുള്ള മറുപടി ഇല്ലെന്ന്. പക്ഷെ അവർക്ക് പറ്റിപ്പോയി DGPയുടെ ഓർഡർ എനിക്ക് തന്നുപോയി. DGPയുടെ ഓർഡർ എനിക്ക് തന്ന് ഇവർ കുറ്റക്കാരാണെന്നുള്ള കേസ് DGP കണ്ട്. DGPയുടെ ഓർഡറിൽ ഇരിക്കുന്നത് പത്രങ്ങളിൽ ആൾറെഡി വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 24-ാം തീയതി പത്രത്തിൽ വന്നു. അപ്പോൾ നടപടി വന്നിട്ടില്ല. അവർ മനഃപൂർവ്വം ഈ 13 വർഷം കൊണ്ട് ഇവർ താത്തുവെക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതികളായിട്ടുള്ള പോലീസുകാർ ഇപ്പോൾ എവിടെയാണ്? ഇത് ഒരാള് കാട്ടാക്കടയ്ക്ക് അപ്പുറം നെയ്റ്റങ്കര എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരാള് തിരുവനന്തപുരത്ത് വിജിലൻസിൽ ക്രൈംബ്രാഞ്ചില എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. SI ആയിരുന്ന ശ്രീജിത്തും ഇപ്പൊ CA ആണ്. ഈ ജോയിയാണ് ഇതിന്റെ ആളെന്നുള്ള കേസ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പൊ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതി എനിക്ക് ഓർഡർ നേരത്തെ തള്ളിക്കളഞ്ഞ് അത് വീണ്ടും എനിക്ക് അതിന്റെ ഓർഡർ വന്നു. ഈ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കുടുംബ കോടതിയിൽ ഞാൻ ലോകയുക്ത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ അപ്പോഴേ അതിനുള്ള ചെറിയ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ചില പേപ്പർ കിട്ടാൻ താമസിച്ചുപോയി. അത് ഇത്രയും പെട്ടെന്ന് നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് തന്നെ അത് കോടതിയിൽ കേസായി. പിന്നെ എൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ വളരെ മോശമായിട്ടാണ് എന്നെ ദേഹോത്തരം ചെയ്തത്. ഇത് ഈ കാണുന്നുള്ള എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി ഒരിക്കലും ഇതേ രീതിയിലൊരു പോലീസുകാർ എന്നൊരു പിഴ പറ്റരുത്. ഈ പോലീസിലിരിക്കുന്ന സേനമാർക്ക്, ഈ പോലീസ് സേനയ്ക്ക് വളരെ നാണക്കേട് വരുത്തിയിരിക്കുന്ന ഒരു സർക്കാരിനും കൂടി വളരെ നാണക്കേട് വരുത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും എൻ്റെ ശ്രദ്ധയിലും ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് കേൾക്കാതിരിക്കാൻ കൂടുതൽ DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവരെ നിയന്ത്രിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട്. പല സ്റ്റേഷനിൽ ഞാൻ ഇവിടെ ഒരു 10 വർഷം മുമ്പേ ഇവിടെ സത്യൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ട് ഇടി കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി ഈ സ്റ്റേഷനിലാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും വളരെ മോശമായിട്ടുള്ള നിലപാടാണ് ഈ പോലീസുകാർ കണ്ടിട്ടുള്ളത്. പോലീസുകാർ ഇത് വെച്ചെങ്കിലും ഒരു അനുഭവം മനസ്സിലാക്കി. നമുക്ക് മക്കളുമാരുണ്ട്, നമ്മളാരെല്ലാം 10 മാസം ചുമന്നാണ് 10 പെണ്ണ് പ്രസവിക്കുന്നത്. ആ ഒരു വേദന എന്നെ ഈ ഉദ്രവച്ചത് ഒരു പെണ്ണുങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ അപ്പോഴേ അദ്ദേഹത്തിന് പല രീതിയിലും വ്യാഖ്യാനിച്ച് അടിയേറ്റ് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് എൻ്റെ ഈ ഉപ്പിറ്റി കാലിൽ എന്നെ മേശര പിടത്ത് കിടത്തിയിട്ടാണ് എൻ്റെ ഈ ഉപ്പിറ്റി കാലിന് അയാൾ അടിച്ചു പിടിച്ചത്. ഞാൻ എന്നിട്ട് ഇപ്പോൾ സാറേ എൻ്റെ കാലിൽ കമ്പി കിടക്കണം എന്ന് പറഞ്ഞു. എന്നെ തള്ള ചേർത്തിട്ടാണ് അവിടെ എൻ്റെ കാലിൽ കമ്പി എനിക്ക് എന്താടാ. അത്രയ്ക്ക് മോശം. ഞാൻ അത്രയ്ക്ക് എൻ്റെ പേരൊരു കേസ് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ചെന്നിട്ടില്ല. വളരെ മോശം. ഇത് അടിയന്തരമായ സർക്കാർ ഇദ്ദേഹത്തിൻ്റെ പേരിന് 2 പേരെ പേരും നടപടിയെടുക്കണം. ഇവരെ മാറ്റി നിർത്തി എൻ്റെ കേസ് ഇത് ഫയലാണിത്. അവരാരും വിചാരിച്ചാൽ ഇനി പറ്റില്ല. ഇനി ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ഇവർ 2 പേരാണ്. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇവർക്ക് ബുദ്ധിമുട്ട് തന്നെ. പോലീസുകാർ തന്നെ ഇങ്ങനെ പല കുറ്റകൃത്യങ്ങളിലും പ്രതികളാവുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ടത് സർക്കാരുകൾ തന്നെയാണ്. സർക്കാരിൽ നിന്ന് കൃത്യമായ ഒരു നടപടി കിട്ടുമെന്ന പ്രതീക്ഷയോടെ TV ന്യൂസിൽ നിന്നും വിനോദ് റയാൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.